അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇന്ന് നമ്മൾ കുക്കിങ് കാര്യങ്ങളൊന്നുമല്ല, ഇന്ന് നമ്മളൊരു യാത്രയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ അനൗൺസ്മെൻറ്റ് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ചിലപ്പോൾ വ്യക്തമാകത്തില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ വിരാർ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. കാരണം വെച്ചാൽ അവിടെ ഒരു എന്താ പറയുക, ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പഞ്ചവപാണ്ഡവം, അതെ, അത് സസ്പെൻസ് നമ്മൾ കളയുന്നില്ല, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഏകദേശം ഒരു 1500ഓളം സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് അതിൻ്റെ മേളിലോട്ട് കയറി പോകാനായിട്ട്. പൊട്ടിച്ച് അതെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്, പാൽഘർ. ഇവിടെ പേരുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ വണ്ടി വരാനായിട്ട് സമയമാകുന്നു, അതാണ് അനൗൺസ് ചെയ്യുന്നത്. വണ്ടി വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, ഇവിടുന്ന് 2-3 സ്റ്റോപ്പേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. ഇപ്പോൾ മണി 1:30 നമ്മൾ ഊണൊന്നും കഴിക്കുന്നില്ല. നമ്മളിപ്പോൾ മസാല ദോശയാണ്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഫുഡ്. അതെ, അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെയാണ് ഇന്നത്തെ. അപ്പോൾ ഇത് കഴിച്ചിട്ട് സാമ്പാറുണ്ട്, ചമ്മന്തിയുണ്ട്. ചമ്മന്തി പക്ഷേ നല്ല തണുത്ത ചമ്മന്തിയാണ്, ഐസ് ചമ്മന്തി. പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു എന്താ റിക്ഷ പിടിച്ചിട്ടുണ്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്കൊരു ജീവദാനി. അപ്പോൾ ഇവിടെ റിക്ഷ ഉണ്ട്, റിക്ഷയിലേക്ക് പോവാം. വിളിച്ച് കയറ്റി ഇതിനകത്ത് കയറാം. ജീവദാനി വന്ന് നമുക്കത് ഈ റിക്ഷയ്ക്കകത്ത് കയറാം. അടിപൊളി. നമ്മൾ കയറിയിരുന്ന് നമ്മൾ നേരെ അപ്പോൾ ഇവിടുന്ന് വണ്ടി വിട്ട് അത്യാവശ്യം നല്ല തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. അതെ തന്നെ, 3 പേർക്ക് ഇവിടുന്ന് അവിടം വരെ പോകുന്നതിന് 80 രൂപ, അതാണ് റേറ്റ്. ഇതൊക്കെ കാര്യങ്ങൾ പറയും, മറാഠിയിലാണ് പറയുന്നത്. ഇവിടെ അല്ല, ഇതിൻ്റെ വേണ്ടി നമ്മൾ പ്രാവശ്യം കയറിയിട്ടുണ്ട് പണ്ട്. അപ്പം ഇനി നമുക്ക് അവിടെ അമ്പലത്തിൻ്റെ അവിടെ ചെന്നിട്ട് ഇനി കാണാം. വെച്ചാൽ നല്ല തിരക്കാണ്, ഭയങ്കര കുടുക്കും. ഇതൊക്കെ ഇവിടെ താമസ സ്ഥലങ്ങളാണ്, ഒരുപാട് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ റോഡ് ഒരു കയറ്റം തുടങ്ങിയിട്ടുണ്ട്. അതെ, നോക്കി ഇപ്പോൾ ഇവിടെ നമുക്ക് മല, അതെ അതെ, ഇവിടുന്ന് കാണാം. അതെ, കണ്ട ട്രെയിന് കയറി പോകുന്ന നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വഴി നമുക്ക് ഒരു പയ്യനെ കൂടെ കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ ദോസ്താണ്. സ്വസ്തിക്കൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് വരണം കേട്ടോ. കാര്യം ആകെ ഇന്ത്യയിൽ ഈ ഒരൊറ്റ ക്ഷേത്രമേ ഉള്ളൂ. എല്ലാ അതെ അതെ ഇവിടുന്ന് കാണാം. നമ്മുടെ ട്രെയിൻ കയറി പോകുന്ന നമുക്ക് കാണാം, പച്ചക്കളറിൽ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞൻ ക്യാമറയ്ക്കകത്ത് ഇത്രയും ദൂരം കിട്ടാൻ ഇച്ചിരി പാടാ. അതെ, ഇതിൽ കാണാം നമുക്ക്. അതെ, അപ്പോൾ നമ്മളിനി അതിൻ്റെ അടുത്തോട്ട് നമ്മൾ എത്താറായി. ഇവിടെ ഈ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അതെനിക്ക് ഈ മാലയും ഇത് കളിപ്പാട്ട് അതുപോലത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒത്തിരി കടകളുണ്ട്. അത് തന്നെ, നമ്മുടെ നാട്ടിൽ പണ്ട് എന്ത് ചലിക്കും കൊട്ടാരം അങ്ങനെ അതിന് പറയുന്നത്. വണ്ടി സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ഉണ്ടല്ലോ, നല്ല നല്ല അടിപൊളി സ്പീഡിലാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ നമുക്കിനി നേരെ ഇതിൻ്റെ എൻട്രൻസ് നമുക്ക് കണ്ടുപിടിക്കണം. എൻട്രൻസ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് കയറാം. കാര്യം നമ്മൾ ട്രെയിനിൽ കയറി പോവാം. അല്ല, ഈ സമയത്ത് നമ്മൾ ഉണ്ടല്ലോ മറ്റേ ഇതിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി. അപ്പോൾ ഇതാണ് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കേട്ടോ. ഇത് നമ്മുടെ നടന്നു കയറുന്ന സ്റ്റെപ്പാണ് അവിടെ ഉള്ളത്. നമസ്കാരം. അപ്പോൾ ഇനി നമുക്ക് നേരെ
ഇങ്ങോട്ട് പോകാം. അതെ, ഇവിടാണ് മറ്റേ വണ്ടി ഉള്ളത് അല്ലേ? ആ, അതാ പറഞ്ഞത്. വാ, ഇവിടുത്തെ തുണിക്കട ഇത് നമ്മുടെ എന്തോ അടി ഇതിന് പറയുന്നത്, ജൗളിക്കട. അത് തന്നെ, സാരി പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ആ, അത് കൊള്ളാം. കപ്പം നമുക്ക് നേരെ നമ്മുടെ ട്രെയിനിലെത്തി. പൂജാ സാധനങ്ങളൊക്കെ വേണമെന്ന് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പൂജാ സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിക്കുന്നില്ല, നമുക്ക് മേളിലുണ്ടെങ്കിൽ നോക്കുന്നുണ്ട്. ഇതാണ് എൻട്രി, നമ്മുടെ ട്രെയിനിൽ കയറുന്ന എൻട്രിയാണ്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് എങ്ങനെ ടിക്കറ്റ് റേറ്റ് ഒന്നും നമുക്കറിയത്തില്ല, അപ്പോൾ അതെടുക്കാം. എൻട്രൻസ് അതേണ്ട, അവിടെ നമുക്ക് ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് നമുക്ക് ചെരുപ്പ് വെച്ചിട്ട് വേണം പോകാനായിട്ട്. മേലേക്ക് ചെരുപ്പ് അലൗഡല്ല. അപ്പോൾ നമുക്കിനി ചെരുപ്പ് വെച്ചിട്ട് നമുക്ക് എൻട്രൻസിലോട്ട് കയറാം. അപ്പോൾ നമ്മുടെ ഈ ട്രെയിനിനകത്ത് കയറി കംപ്ലീറ്റ് ഇവിടെ ഡോറെല്ലാം അടഞ്ഞ് സെറ്റപ്പ് ആയിട്ടുണ്ട്. കുറച്ച് പേർക്കേ കയറാവുള്ളൂ, അതായത് 12 പേർക്ക് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റും. അത്രയ്ക്കുള്ള വലിപ്പമുണ്ട് സംഭവം. ഫുള്ള് ഗ്ലാസ്സൊക്കെ ഇട്ട് ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുകയാണ്. പിന്നെ നമുക്ക് നേരെ അതെ അതെ. അപ്പോൾ നമുക്കിനി നേരെ ഇനി ഇത് മേലോട്ട് എത്ര നേരം എടുക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും ചെന്ന് നോക്കാം. വണ്ടി വിട്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയാണ് വണ്ടി വിടുമ്പോഴത്തേക്ക്. അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ, തീരെ അങ്ങ് സ്ലോ അല്ല. അതെ, ഇത് നല്ല ഉണങ്ങി. ഈ വേനൽക്കാലമായിരുന്നു, ഇപ്പം മരങ്ങളെല്ലാം ഉണങ്ങി. ഇത് നല്ല ഇതായിട്ട് ഇപ്പം നല്ല വെളിച്ചമായി. ചെറിയൊരു കുടുക്കമൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ സാധാരണ ട്രെയിനിൽ ഇരിക്കുന്ന പോലെ തന്നെ. അത് ചെറിയ കുടുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ദൂരെ നമ്മുടെ സിറ്റി കാണാം. അതെ, നമ്മുടെ സിറ്റി വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഉച്ച നേരം ആയതുകൊണ്ടാണ് നമ്മളുണ്ടല്ലോ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഇതിൽ കയറിയത്. ഇപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് വഴി കയറി നമുക്ക് പോകാൻ പറ്റും. കാര്യം വെച്ചാൽ ഈ 1500 മേളിൽ 2 സ്റ്റെപ്പുണ്ട്. 250 രൂപ കേട്ടോ ഒരാളുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് അപ്പ് ആൻഡ് ഡൗൺ, മേളിൽ പോയി താഴെ വരെ എത്തുന്നതിന് 250 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ എന്തായാലും അതെ. അപ്പം മുംബൈയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിരാർ വരിക. വിരാർ വന്നിട്ട് ഇതൊന്ന് അതെ അതെ, ഇന്ത്യയിലെ ആകെ ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും കണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതെ പോവാം വീണ്ടും. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഗൂഗിളുണ്ട് കേട്ടോ, അടിച്ചു നോക്കി. ജീവദാനി ടെമ്പിൾ മുംബൈ അടിച്ചാൽ അതിൻ്റെ ഡീറ്റെയിലൊക്കെ വെച്ചേക്കാം. ഇവിടെ ഈ മുളയാണ് കാട്, മുളം കാടുകളാണ്. പക്ഷെ എല്ലാം ഈ വേനൽക്കാലം ആയപ്പോഴത്തേക്ക് എല്ലാം കരിഞ്ഞു പോയി. കരിഞ്ഞ് എല്ലാം റെഡിയായി. നല്ല ചൂടാണ് കേട്ടോ. അതിൻ്റെ 2 ഫാനുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല, അത്യാവശ്യം നല്ല ചൂടാണ്. ഇത് താഴോട്ട് നോക്കി നല്ല ഭംഗിയാണ്, സ്റ്റീപ്പായിട്ട് കിടക്കുക. അവിടെ നമ്മുടെ ആ എൻട്രൻസിൻ്റെ അവിടെ ഉണ്ടല്ലോ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ടാണ് നമ്മളവിടെ എടുക്കാഞ്ഞത്. ട്രെയിനുണ്ട് സ്പെഷ്യൽ അവിടോട്ട് പോകും. അവിടെ അങ്ങനെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് കാണാം. അവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്, പക്ഷേ നമുക്ക് ഒരു ഉറുമ്പിൻ്റെ വലിപ്പമേ ഉള്ളൂ. അത്രയ്ക്ക് ഹൈറ്റില്ല നമ്മൾ നിൽക്കുന്നത്. ഇതുണ്ട് ഈ താഴെ കാണുന്നതൊക്കെ ഇവിടുത്തെ ചേരി പ്രദേശങ്ങളാണ്. വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം. അതെ, 450 മീറ്റർ നമ്മുടെ ഇതുണ്ടല്ലോ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് ഈ സംഭവം. നമുക്ക് നേരെ കണ്ട അവിടെ കാണാം
കാണാം. ഇതുണ്ടല്ലോ ഇവിടെ മുഴുവൻ ഈ കമ്പി ഗ്രില്ലിട്ടിരിക്കുക. അതുകൊണ്ടുണ്ടല്ലോ നമുക്ക് അതിൻ്റെ അകത്തോടെ കാണാൻ പറ്റുന്നത്. കാര്യം അത്രയ്ക്ക് ഹൈറ്റ് അല്ലേ സാധനം. ഇങ്ങനെ മലകളൊക്കെ കാണാം ദൂരെ കേട്ടോ. കണ്ടോ? ആ കാണാം. നിങ്ങൾ സൂം ചെയ്താലോ എത്ര ക്ലിയർ ആകത്തില്ല. ഇതേ അതെ ആകാശത്ത് ഫ്ലൈറ്റൊക്കെ ഇരിക്കുന്ന ഒരു പ്രതീതിയാണ്. അതെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട് ഒത്തിരി സ്ഥലം. ഇതേ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതാ നമ്മൾ അതിൻ്റെ അകം ഒന്ന് കാണിക്കാൻ. പിന്നെ ഇതെന്നും വൈകുന്നേരം യൂട്യൂബിൽ ഇതിൻ്റെ ലൈവ് എന്താ പറയുക ദർശനമുണ്ട്. എല്ലാ നേരം ലൈവായിട്ട് യൂട്യൂബിൽ കാണാം. ഭയങ്കര തിരക്കാണ് നോക്കിയേ. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഇന്ന് ശനിയാഴ്ച കൂടെ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ നല്ല തിരക്കുണ്ട്. അതെ 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 ഓക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാറയുണ്ട് നമുക്കുണ്ടല്ലോ. അവിടെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ കണ്ടിട്ട് അവിടെ ഇങ്ങനെ നാണയം ഒട്ടിച്ചു വെക്കും അവിടെ. അതൊരു വിശ്വാസം അവരുടെ. അപ്പോൾ നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല തിരക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കാളി ദേവിയുടെ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഒരുപാടൊക്കെ ഉണ്ട് നോക്കിയത്. നല്ല ഇതുണ്ട്. ഇത് എന്താ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ആകെ ഒരെണ്ണേ ഉള്ളല്ലേ ഇത്. ഈ ജീവദാനി ദേവി എന്ന് പറയുന്ന ആ ഒരു ദേവിയുടെ ഒറ്റ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടത്. അതായത് ശക്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ദേവിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പഞ്ചപാണ്ഡവർ, അത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ, പഞ്ചപാണ്ഡവർ ഉണ്ടാകുന്ന സമയത്ത് അവർ ഒരു ഗുഹയിൽ ഒരു ദേവിയെ പ്രതിഷ്ഠിച്ച് അങ്ങനെ അവരവിടെ താമസിച്ച് കുറച്ച് നാൾ ഇവിടെ താമസിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. അതിനുശേഷം ശങ്കരാചാര്യ ഗുരു ഇവിടെ വന്ന സമയത്ത് ഈ ക്ഷേത്രം വീണ്ടും കാണുകയും അങ്ങനെ വീണ്ടും ഇത് ആൾക്കാരെ വരികയും ഭക്തജനങ്ങൾ ഏറി വരികയും ചെയ്ത് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറേ ഐതിഹ്യങ്ങൾ നിറഞ്ഞൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇത് കാണുക എന്ന് പറയുന്നത് കാണുക മാത്രമല്ല, നമുക്ക് ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ. എന്താ ഭംഗിയല്ലേ നോക്കി, അടിപൊളിയാണ്. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിലേ സൂര്യനുള്ളതുകൊണ്ട് നമുക്ക് വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. അത് തന്നെ പ്ലെയിൻ്റെ അകത്തിരിക്കുന്ന ഒരു പ്രതീതി. അതുകൊണ്ട് അവിടെ അങ്ങ് ദൂരെ കണ്ട അവിടെ ഒരു പാറമടയുണ്ട് കണ്ടോ. അതിൻ്റെ അകത്ത് മാത്രം വെള്ളമുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ ഗ്രൗണ്ടും പിന്നെന്താ കുറേ മറ്റേ ഹെലിപ്പാഡ് ഉണ്ട്. ഹെലിപ്പാഡ് കണ്ടോ. അത് നമുക്ക് പക്ഷെ ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഷർട്ടിന്റെ ഒക്കെ ബട്ടൺസിന്റെ വലിപ്പേ ഉള്ളൂ. അതെ കണ്ടത് ട്രെയിൻ കയറി വരുന്നുണ്ടോ. ഇത് അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി പയ്യെ കയറി വരുന്നുണ്ട്. നല്ല പക്ഷെ അതിൽ ഇരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കിങ്ങനെ ചെരിവ് തോന്നത്തില്ല. നമ്മളോർത്ത് ഇങ്ങനെ കുത്തനെ മേലോട്ട് കയറി വരുന്ന ആ ഒരു രീതിയിലായിരിക്കും വിചാരിച്ചു. പക്ഷെ അല്ല, അത് ഉണ്ടല്ലോ ഇങ്ങനെ സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇത് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് സോളാറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ മുഴുവൻ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ദേവി, ഇവിടുത്തെ ദേവിയുടെ ആ ശ്രീകോവിലിൻ്റെ മേളിലത്തെ ആ ഒരു കൂടാരം പോലത്തെ അതൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് അതിന് ശേഷം ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റേ കൂടെ കുറേ കൂടെ നമ്മൾ മേലേക്ക് വരണം. ഇതാണ് നമ്മൾ തിരിച്ച് ഇറങ്ങി പോകുന്ന വഴിയായത്. ഇത് ഈ പഴനിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതുപോലത്തെ വഴിയൊക്കെ ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം. അപ്പോൾ നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്ന് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉള്ള പൈസയാണ് നമ്മുടെ ഇവിടുന്ന് ട്രെയിനിൽ അവർ വാങ്ങിക്കുന്നത്. കംപ്ലീറ്റ് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതേ ഉണ്ടോ, അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ വെള്ളവും കേട്ടോ. അതെ, അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ. വരണം, ഒരു തവണയെങ്കിലും വരണം. മുംബൈയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വരിക. വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു എന്താ പറയുന്ന ഒരു വിസിറ്റ് ആയിരിക്കും സംഭവം. കാര്യം വെച്ചാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതുണ്ട് കുരങ്ങണ്ട, സിംഹവാലൻ കുരങ്ങളുടെയൊക്കെ ബഹളം. അതേണ്ടത് അതിനെ സൂക്ഷിച്ച് നോക്കുന്നു. ക്യാമറ കൊണ്ട് പോകാന്നറിഞ്ഞില്ല, വളരെ കാര്യമായിട്ടിരുന്ന് നോക്കുന്നുണ്ട്. എരിക്കുമരത്തിൻ്റെ വേണ്ട കമ്പൊക്കെ ഓടിച്ചെടുക്കുന്നത്, എല്ലാം അടിക്കുമെന്നറിഞ്ഞില്ല ആള്. അടിപൊളി. അപ്പോൾ ഒരു തവണ എന്തായാലും ഇവിടെ വരണം. ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ വരണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നിട്ടും ഇതുവരെ അതിന് സമയമൊത്തില്ല. അപ്പോൾ ഇന്ന് അങ്ങ് വിചാരിച്ചു, ഇന്നലെ വൈകുന്നേരം വിചാരിച്ചു പോരാന്ന്.
അങ്ങനെ നമ്മൾ പോകുന്നത്. എന്തായാലും കൊള്ളാം, അടിപൊളി. പിന്നെ ഇവിടെ മൊബൈൽ ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, അത്യാവശ്യം നടന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടപ്പളവും. അതിന് മാത്രം സംഭവമുണ്ട്. ഇതേ അകത്ത് നമുക്ക് ക്യാമറ അലൗഡ് അല്ലാഞ്ഞുകൊണ്ടാണ് നമ്മൾ അകത്ത് അധിക സംഭവങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതേ തിരിച്ചിറങ്ങുക കേട്ടോ. അതെ, ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങുക. നമുക്ക് ഇറങ്ങാം. നമ്മളെങ്ങനെ നടന്നു പോകുന്ന അതോ ട്രെയിനിൽ പോകുന്ന? പൈസ നമ്മൾ കൊടുത്താ. അപ്പോൾ നമുക്ക് അതെ, ഭയങ്കര വെയിലാണ്. അതുണ്ട്, അതല്ല, നല്ല വെയിലാണ്. അതെ, സൂര്യൻ അങ്ങ് ഉച്ചസ്ഥായി തന്നെ നിൽക്കുക. നമുക്ക് ട്രെയിനിൽ തന്നെ പോവാം. അതെ, ഇതേ കണ്ട ട്രെയിൻ രണ്ടെണ്ണം, 2 ട്രെയിനേ ഉള്ളൂ കേട്ടോ. രണ്ടെണ്ണേ ഉള്ളു. ഈ നമ്മൾ മറ്റേ എന്തോ പഴനിയിലും ഉണ്ട് ഇതുപോലത്തെ ട്രെയിൻ, കേബിൾ കാർ. അത് ട്രെയിനല്ല, അത് കേബിൾ കാറാണ്. ഇത് പക്ഷേ ട്രെയിനാണ്. നമ്മുടെ പാളത്തെ കൂടെ തന്നെ ഇത്. അതെ, അയ്യോ അടിപൊളി കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രതീതിയാണ്. അപ്പോൾ എന്തായാലും വരണം കേട്ടോ. ഇവിടെ ആരെങ്കിലും ഒക്കെ മുംബൈയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് കാരണം നമുക്ക് ഒരു എക്സ്പീരിയൻസിന്റെ ഒരു അതെ, ഇവിടെ നമ്മൾ വർഷങ്ങളായി നമ്മൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ വരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. വണ്ടി അപ്പോൾ ഇനി നമ്മളുണ്ടല്ലോ ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് ഇനി പോവുകയാണ്. അപ്പോൾ ഇനി ട്രെയിന് അവിടെ എന്താ പറയുന്നത്, നമ്മുടെ റിക്ഷയിൽ തന്നെ തിരിച്ചങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ തന്നെ എടുത്തുകൊണ്ട് ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് പോകാം. അപ്പം ജീവദാനി മന്ദിർ ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. അപ്പം നമ്മൾ വിരാറ് അതെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ബാലൻസ് സാധനങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് മുംബൈയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒന്ന് വന്ന് കാണണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളിപ്പം ഇന്ന് എപ്പോഴും നമ്മൾ എന്താ പറയുക കുക്കിംഗ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ ഇത് ചെയ്തത്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ അപൂർവമായിട്ടുള്ള, ഇന്ത്യയിൽ ആകെ ഒരൊറ്റ അമ്പലമേ ഉള്ളത്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.